കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ മുൻപിലേക്ക് ഒരു മനുഷ്യൻ സഹായം ആവശ്യപ്പെട്ട് വരുന്നൊരു ദൃശ്യം നമ്മുടെ മുൻപിലുണ്ട്. ആ മനുഷ്യനോട് സുരേഷ് ഗോപിയുടെ മറുപടി എങ്ങനെയായിരുന്നെന്നും നമ്മൾ കണ്ടതാണ്. ഒരു രാജാവിനെ പോലെ ആ മനുഷ്യന്റെ ആ അപേക്ഷയെ തള്ളിയകറ്റുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടു. ഇതൊന്നും എം പിയുടെ പണിയല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എം പി എന്നതിനപ്പുറത്തേക്ക് ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ ഒരു വോട്ടറായ മനുഷ്യന്റെ നിവേദനം കേൾക്കുകയല്ലെങ്കിൽ പിന്നെ എന്താണ് സുരേഷ് ഗോപിയുടെ പണിയെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇന്ന് ആ നിവേദനവുമായി പോയ മനുഷ്യൻ ഞങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. സുരേഷ് ഗോപി അപമാനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി അപമാനിതനായ വ്യക്തി അപേക്ഷ സ്വീകരിക്കാതെ മടക്കി അയച്ചത് ഏറെ പ്രയാസമുണ്ടാക്കി. തിരിച്ച് പ്രതികരിക്കാത്തത് സദസ്സിൽ വച്ച് കേന്ദ്രമന്ത്രിയെ അവഹേളിക്കേണ്ട എന്ന് കരുതിയാണെന്നും അപമാനിതനായ തയ്യാട്ട് കൊച്ചുവേലായുധൻ പറഞ്ഞു. പുള്ളിൽ വെച്ച് നടന്ന വികസന സംവാദത്തിലാണ് കൊച്ചുവേലായുധൻ കൊണ്ടുവന്ന അപേക്ഷ സ്വീകരിക്കുക പോലും ചെയ്യാതെ സുരേഷ് ഗോപി മടക്കിയത്. 2 വർഷം മുമ്പ് തെങ്ങ് വീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് സഹായം തേടിയാണ് കൊച്ചുവേലായുധൻ കേന്ദ്രമന്ത്രിയുടെ വികസന സംവാദ വേദിയിലേക്ക് എത്തിയത്. അപേക്ഷ സമർപ്പിക്കാൻ വേദിയിലേക്ക് എത്തിയ കൊച്ചുവേലായുധനിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കാൻ പോലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തയ്യാറായില്ല. പ്രാദേശിക ബി.ജെ.പി. നേതാക്കൾ അറിയിച്ചതിനെ തുടർന്നാണ് കൊച്ചുവേലായുധൻ അപേക്ഷയുമായി കേന്ദ്രമന്ത്രിയുടെ മുമ്പിലെത്തിയത്. എന്നാൽ അപേക്ഷ സ്വീകരിക്കാൻ പോലും കേന്ദ്രമന്ത്രി തയ്യാറായില്ല. ഈ നടപടി തനിക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയെന്ന് കൊച്ചുവേലായുധൻ പറയുന്നു. വളരെ വിഷമായി. നമ്മൾ ഒരു ആവശ്യത്തിന് അത് മേടിച്ചു ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് മേടിക്കുകയും കൂടി ചെയ്തില്ല. അപ്പോൾ അത് മേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. വേറെ കാര്യത്തിന് വന്നതാണ്. സദസ്സിൽ വെച്ച് പ്രതികരിക്കാഞ്ഞത് കേന്ദ്രമന്ത്രിയെ അവഹേളിക്കേണ്ട എന്ന് കരുതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനെപ്പറ്റി പറയാനും പറ്റില്ല. എനിക്ക് പറയാൻ കുറേ കാര്യമുണ്ടല്ലോ. അപ്പോൾ നമ്മളത് സദസ്സിൽ ഒരു മന്ത്രിനെ അവഹേളിക്കുന്നതല്ലേ. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അങ്ങനെ ചെക്കൻ വന്ന് അത് മേടിച്ചു. 2 ശസ്ത്രക്രിയകൾ കഴിഞ്ഞ കൊച്ചുവേലായുധൻ തകർന്ന പഴയ വീടിന് സമീപത്ത് കുടിൽ കെട്ടിയാണ് ജീവിക്കുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.